ഞാനും എൻ്റെ ഫാമിലിയും കൂടെ ഇന്നലെ പൂജപ്പുര ലൈറ്റ് കാണാനായി പോയിരുന്നു. അവിടെ പോയപ്പോൾ ഒരുപാട് റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് കയറാനും വലിയവർക്കുള്ളതും അങ്ങനെ ഒരുപാട് റൈഡുകളുണ്ടായിരുന്നു. പിന്നെ കാർ റേസിങ്ങിന് അവൻ്റെ മരണക്കിണർ പോലെയുള്ള അതും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി ലൈറ്റൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ ചിലവഴിച്ചു. ഒരുപാട് റൈഡുകളുണ്ടായിരുന്നു. ഓരോന്നിനും ഓരോ റേസായിരുന്നു. മോള് റൈഡിലൊന്നും കയറാൻ പരുവാവാത്തതുകൊണ്ട് മോള് റൈഡിലൊന്നും കയറിയില്ല. പിന്നെ അവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്നു കുറച്ച് നേരം. ഇത് മരണക്കിണർ എന്ന് പറയുന്ന പരിപാടികൾക്ക് അങ്ങനെയാണ് ബൈക്ക് റേസിങ് പറയുന്നത്. അങ്ങനെ അതൊക്കെ കണ്ട് പുറത്തൊന്ന് കറങ്ങി കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി അങ്ങനെ നോക്കി നടക്കുമായിരുന്നു. കാറിൻ്റെതും റൈഡുണ്ടായിരുന്നു. പിന്നെ ഊഞ്ഞാൽ പോലെയുള്ള അത് ഒരുപാട് നല്ല റിസ്ക്കുള്ള സംഭവമായിരുന്നു. ഞാനും മോളുമായിട്ട് അവിടെ പതുക്കെ കുറച്ച് നേരം ചുറ്റിക്കറങ്ങി നമ്മൾ രണ്ടുപേരുമായിട്ട് മോക്ക് ഇതെല്ലാം കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. ഇതാണ് ഞാൻ പറഞ്ഞ ഊഞ്ഞാൽ. സാധാരണ രീതിയിൽ താഴെ നിന്ന് നോക്കുമ്പോഴേ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ ഊഞ്ഞാലാടുന്നവരൊക്കെ സമ്മതിക്കണം. എനിക്ക് ഊഞ്ഞാലാടാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഊഞ്ഞാലാടിയാൽ അന്നേരം തലകറക്കം വരും. കുറച്ച് നേരം അങ്ങനെ കറങ്ങി ചുറ്റി അവിടെയൊക്കെ നടന്ന് പിന്നെ നമ്മൾ സ്റ്റാളിനകത്തേക്ക് കയറി. സ്റ്റാളിനകത്ത് കയറാൻ ഫസ്റ്റ് ഫർണിച്ചറിൻ്റെ കാര്യങ്ങളും ടേബിളും സെറ്റിയൊക്കെ ആയിരുന്നു. പിന്നെ അകത്തേക്ക് പോകുമ്പോൾ മസാജറിൻ്റെ ഇതായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എന്താ പറയുക, തുണിത്തരങ്ങളും ബാക്കിയുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബാഗ്, ബെൽറ്റ്, പിന്നെ കുഞ്ഞുങ്ങൾക്കുള്ള ക്രയോൺസും അതിനുള്ള ബുക്കുകളും അങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങൾ, ഇഷ്ടംപോലെ സ്റ്റാറിൽ ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് ബുക്സ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നടന്ന് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. പിന്നെ നിങ്ങൾ ബാക്കി സ്റ്റാളിലുള്ള കാഴ്ചകൾ ഈ വീഡിയോയിൽ നിന്ന് കണ്ട് മനസ്സിലാക്കുക. ഓക്കെ. ഇത്രയും എല്ലാം നമ്മൾ കണ്ട് പുറത്തിറങ്ങി വന്നു. ഇനി അടുത്തൊരു വീഡിയോയായി കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.